കൊച്ചി ഇടപ്പള്ളി പള്ളിക്ക് മുമ്പിൽ ഗൂണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ. തൃശ്ശൂരിലെ ഗൂണ്ടാ സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. സംഭവത്തിൽ എളമരക്കര പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ഇതാ കണ്ടോളൂ. 24-ന് കിട്ടിയതാ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. സുരേഷ്, എപ്പോഴാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്? തൃശ്ശൂർ ഇറക്കുമതിയാണോ? തൃശ്ശൂർ ഇറക്കുമതി ഗുണ്ടകളാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. എടപ്പള്ളി പള്ളിക്ക് മുമ്പിലായിരുന്നു ഈ സംഭവം നടന്നത്. പുലി എന്ന് വിളിക്കുന്ന ഹരീഷും അതോടൊപ്പം രാകേഷും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇരുവരും തമ്മിൽ നേരത്തെയും വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്. അതിൻ പ്രകാരമാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി രാകേഷിനെ മർദ്ദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ ഹരീഷിന്റെ മകൻ അച്ചു, 21 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. അയാളുടെ പക്കലുണ്ടായിരുന്ന പേന കത്തി ഉപയോഗിച്ച് രാകേഷിന്റെ ചെവിക്ക് പിറകിൽ കുത്തുകയായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം രാകേഷ് എളമക്കര പോലീസിൽ പരാതി നൽകി. ആ പരാതിയിൽ പ്രകാരം ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഈ ഹരീഷ് എന്ന് പറയുന്ന ആൾക്ക് ഏകദേശം 60ഓളം വരുന്ന കേസുകളുണ്ട്. വധശ്രമം അടക്കം കാപ്പ ചുമത്തി തൃശ്ശൂരിൽ നിന്ന് പുറത്താക്കിയതാണ്. പക്ഷേ ആ കാപ്പ ലംഘിച്ച് അയാൾ വീണ്ടും തൃശ്ശൂരിൽ എത്തിയ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു തൃശ്ശൂർ റൂറൽ പോലീസ്. ജയിലിലെത്തി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നിലവിൽ എളമക്കര പോലീസ് അറിയിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, കൊച്ചിയിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 2 സംഭവങ്ങളാണ് ഈ ഗുണ്ടാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഒന്നൊരു പബ്ബിൽ ഗുണ്ടകൾ ആയുധവുമായി എത്തി കോൺഗ്രസ് കൗൺസിലറെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പള്ളിമുറ്റത്ത് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഗുണ്ടകളുടെ ശല്യം കൊച്ചിയിൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പോലീസ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.